ഹായ് എവ്രി വൺ, ഐ എം ഹലിയ. നിങ്ങൾ തമ്മിൽ കണ്ടുപോലെ തന്നെ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടേസി മേക്കപ്പ് ലുക്ക് ചെയ്യാനായിട്ടാണ്. ഓക്കെ, ഇതാണ് ലുക്ക്. നമുക്ക് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ ബിഗിനേഴ്സിനും ഇതെൻ്റെ ഒരു ഗോ ടു മേക്കപ്പാണ്. അതായത് ഞാൻ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും മേക്കപ്പ് ചെയ്യുന്നത്. ആൻഡ് ഓക്കെ, നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഇതിൽ ഒബ്വിയസ്ലി മിസ്റ്റേക്സ് ഉണ്ടാകും, കാരണം ഞാനൊരു ബിഗിനറാണ്. സോ മിസ്റ്റേക്സ് എന്തായാലും ഉണ്ടാവും. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സജസ്റ്റ് ചെയ്യുക. ഞാൻ എന്തായാലും അതുപോലെ തന്നെ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ടൈം അത് കറക്റ്റ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ബിഫോർ മേക്കപ്പ് എൻ്റെ ലുക്ക് വരുന്നത്. എൻ്റെ ഹെയറൊക്കെ നല്ല ഫ്രിസിയാണ്, ഫേസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആൻഡ് എനിക്ക് ഐബ്രോസ് ഒന്നും സെറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല കേട്ടോ. ഞാൻ പെട്ടെന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ്. സോ ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം, ഹെയർ ഒന്ന് ഒരു സ്ലീക്ക് ബൺ കെട്ടി ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി എനിക്ക് സംസാരിക്കാൻ മര്യാദയ്ക്ക് അറിയില്ല കേട്ടോ മേക്കപ്പ് ചെയ്തുകൊണ്ട്. അതുകൊണ്ട് എന്നോടൊന്ന് ക്ഷമിക്കണം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക കേട്ടോ കമൻറ്റ് ബോക്സിൽ. ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും പ്രൊഡക്ട്സിൻ്റെ ലിങ്കോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി, റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്താലും ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് തിങ് ആണ് ഞാൻ ബാക്കി സ്കിൻ കെയർസ് കാര്യങ്ങളൊക്കെ മോർണിംഗ് ചെയ്തായിരുന്നു. ആൻഡ് ദ ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് എന്ത് ചെയ്യുക, പ്രെപ്പ് ചെയ്തിരിക്കുക. പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റഡ് ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ ഫേസിൽ നല്ല സ്മൂത്തായിട്ട് മേക്കപ്പ് ഉണ്ടാവുള്ളൂ. സോ ഞാനിവിടെ എമോളിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് ഫോർ പ്രെപ്പിംഗ് മൈ സ്കിൻ. സ്കിൻ എത്രത്തോളം ഹൈഡ്രേറ്റഡ് ആയിരിക്കുന്നു അത്രത്തോളം സ്മൂത്തായിട്ട് നമ്മുടെ മേക്കപ്പ് പോകുന്നതായിരിക്കും. ഓക്കെ, പ്രെപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് വെയിറ്റ് ഫോർ എ ഫ്യൂ സെക്കൻഡ്സ്. കുറച്ച് നേരത്തേക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം എന്താണ്, മോയ്സ്ചറൈസർ സ്കിന്നൊന്ന് അബ്സോർബ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് വാസ്ലിൻ്റെ ലിപ് ബാം ഇടാം. ഓക്കെ, ഞാൻ ലിപ് ബാം ഇടുക ഏതെങ്കിലും എൻ്റെ നല്ല ഡ്രൈ ആയിട്ടുള്ള ലിപ്സാണ്. സോ ഞാൻ എപ്പോഴും ലിപ് ബാം യൂസ് ചെയ്യും. ആൻഡ് ഞാനിവിടെ യൂസ് ചെയ്യുന്ന വാസ്ലിൻ്റെ ലിപ് ബാമാണ്. നല്ല രീതിക്ക് ഹൈഡ്രേറ്റഡ് ആയിട്ട് തന്നെ ലിപ്പ് വയ്ക്കുക. ദെൻ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടൊന്ന് വൈപ്പ് ഓഫ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ദെൻ ദ ഫസ്റ്റ് തിങ് വി ആർ ഗോയിങ് ടു ഡു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐ മേക്കപ്പ് ചെയ്യുക. ഐ മേക്കപ്പ് ആണ് ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദെൻ ഹിയർ ഐ ആം ടേക്കിംഗ് NYBയുടെ ഈ കൺസീലർ പാലറ്റാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഓക്കെ, ഇത് എനിക്ക് കുറച്ച് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ട്, ഒരുപാടൊന്നുമില്ല, കുറച്ചൊക്കെ ഉണ്ട്. സോ ഞാൻ ഒരു തുള്ളി ഡാർക്കറായിട്ടുള്ള ഷെയ്ഡ് എടുത്ത് എൻ്റെ ഐലിഡ്സിൽ ഇട്ട് കൊടുക്കുന്നു. ഇതിൽ കുറച്ച് ലൈറ്റായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, ബട്ട് ആക്ച്വലി ഇത് കുറച്ച് ഡാർക്കറാണ്. ക്യാൻ സീ ദിസ് ഷെയ്ഡ്, ഇറ്റ്സ് ഡാർക്കർ നോ ഐലിഡ്സിൽ. ആൻഡ് കുറച്ച് അണ്ടർ ഐസ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ ഞാൻ എന്തായാലും ഐലിഡ്സാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ ബ്രഷ് എടുക്കാൻ മറന്നു. ഇപ്പോൾ ഞാൻ കറൻ്റ്ലി എൻ്റെ വീട്ടിലല്ല ഉള്ളത്. സോ ഓക്കെ, ഐലിഡ്സിൽ നമ്മൾ കൺസീലർ ആക്കിയതിന് ശേഷം ജസ്റ്റ് ബ്ലെൻഡ് ചെയ്യുക. നമ്മുടെ ഫിംഗർ ടിപ്സ് വെച്ചോ ബ്ലെൻഡർ വെച്ചോ അല്ലെങ്കിൽ ബ്രഷ് വെച്ചോ നമുക്ക് എന്ത് ചെയ്യാം, ബ്ലെൻഡ് ചെയ്യാവുന്നതാണ്. ബ്രഷ് ആൻഡ് സ്മോൾ ബ്ലെൻഡറൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാനിവിടെ ഷൂട്ട് ചെയ്യാനിരുന്നേ, പിന്നെ എനിക്കിപ്പോൾ അപ്പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. എൻ്റെ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. സോ എനിക്ക് അപ്പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ തൽക്കാലം ഈ ഒരു ബ്ലെൻഡർ വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. കുറച്ചുകൂടി സ്മോൾ ബ്ലെൻഡറോ ഫിംഗർ ടിപ്സോ ആണ് കുറച്ചുകൂടെ ബെറ്റർ. ഇത്രയും വലിയ ബ്ലെൻഡർ വെച്ച് കുറച്ച് ബ്ലെൻഡ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് ഗൈസ്. എനിവേ നമുക്ക് ഫിംഗർ ടിപ്സ് വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യാം. ഓക്കെ, ഒന്ന് ജസ്റ്റ് ന്യൂട്രലൈസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഹിയർ ഐ എം ടേക്കിംഗ് മാർസ് ഐ ഷാഡോ പാലറ്റ്, ബാക്ക് ടു ബേസിക്. അങ്ങനൊരു
ഷെയ്ഡ് റേഞ്ചിൽ വരുന്ന ഒരു ഐ ഷാഡോ പാലറ്റാണ് ഞാൻ എടുക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ബേസായിട്ട് എന്ത് കൊടുക്കാം, ഒരു ബ്രൗൺ ഷെയ്ഡ് കൊടുക്കാം. ഒരു ടേസി മേക്കപ്പ് ലുക്കിന് ഓൾവേസ് ഒരു ഗോ ടു ഷെയ്ഡായിട്ടുള്ളത് ഒരു ബ്രൗൺ ആണ്. സോ നമുക്കൊരു ബ്രൗൺ കൊടുക്കാം. ഓക്കെ, ബ്രഷ് ഞാൻ എടുക്കാൻ മറന്നു പോയതുകൊണ്ട് തന്നെ നമുക്ക് കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാം. മച്ച് ഡാർക്കർ നമ്മളാ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഡിസൈഡ് ഷെയ്ഡ് വരുന്ന വരെ ജസ്റ്റ് എന്ത് ചെയ്യുക, ചെയ്തുകൊണ്ടിരിക്കുക. ലൈക്ക് ഈ ക്രീസ് ഏരിയയുടെ അടിയിലായിട്ട്. ഓക്കെ, അതിൻ്റെ മുകളിലോട്ട് പോകാതിരിക്കുക. ഫോണിൽ കൂടെ നോക്കി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല. ഐ തിങ്ക് അത്യാവശ്യമായിട്ടുണ്ട്. യെസ്, എനിക്ക് തന്നെ ഈ ഒരു ഇത് കൂടെ ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഷിമ്മർ ഷെയ്ഡ് എടുക്കാം. ഹിയർ ഐ ആം ടേക്കിംഗ് ആ സെയിം ഷെയ്ഡ് തന്നെയാണ് എടുക്കുന്നത്, ഷിമ്മർ ഷെയ്ഡായിട്ട്. അതെന്ത് ചെയ്യുക, ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ അതിൽ കുറച്ച് ലൈറ്റർ ഷെയ്ഡ് എടുത്തതിന് ശേഷം ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് അതിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡ് നമ്മൾ യൂസ് ചെയ്ത അതിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതെന്ന് എനിക്കറിയില്ല. കുറച്ചൊരു ഷിമ്മർ അപ്ലൈ ചെയ്യാം. ഇങ്ങനെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ബ്രഷ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് ചെയ്യാമായിരുന്നു കേട്ടോ. ആൻഡ് ഇവിടെ പിന്നെ നമ്മളിനി ചെയ്യുന്നത്, നിങ്ങൾക്ക് കാജലോ ഐലൈനറോ എന്ത് വേണമെങ്കിലും എഴുതാം, രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് എഴുതാം. പിന്നെ ഞാൻ ഐലൈനറാണ് എഴുതുന്നത്. എനിക്ക് ഫോണിൽ നോക്കി ഐലൈനർ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും ഞാൻ എഴുതാം. ഫോണിൽ നോക്കി എഴുതിക്കൊണ്ട് തന്നെ നല്ല അലമ്പായിട്ടാണ് വന്നേക്കുന്നത് ആക്ച്വലി. നോ, ഞാൻ എന്തായാലും ഞാൻ മിററിൽ തന്നെ പോയി എഴുതിയിട്ട് വരാം, അല്ലെങ്കിൽ നല്ല അലമ്പാവും. ഓക്കെ, അല്ലെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ഇരിക്കുന്ന ടൈമിൽ ഒന്നും പ്രോപ്പറായിട്ട് വരില്ല, അങ്ങനെയാണല്ലോ. എന്തായാലും കുഴപ്പമില്ല തോന്നുന്നു, ലൈക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് മാത്രം. അല്ലെങ്കിൽ നല്ലപോലെ എഴുതുന്ന സാരമില്ല, ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ദെൻ നമ്മളൊരു ഐ ഷാഡോ പാലറ്റ് എടുക്കുക. ഓക്കെ, ഐ ഷാഡോ പാലറ്റ് എടുത്തതിന് ശേഷം, പിന്നെ ഇത് ഒരു പ്രൊഫഷണൽ സംഭവമല്ല, ഞാൻ ലേണിംഗ് ഫേസിലാണ് മേക്കപ്പൊക്കെ. സോ ക്ഷമിക്കാം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, സജസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് കേട്ടോ. ദെൻ ഐ ഷാഡോ പാലറ്റ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഐ ഷാഡോ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് അടിയിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഫില്ല് ചെയ്യാം. ദെൻ മേളിൽ ജസ്റ്റ് ഒരു കുറച്ച് പോർഷൻ വിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യും. ദെൻ ബാക്കി പോർഷൻ വിട്ടിട്ട് തന്നെ ഉള്ളിൽ നിന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ദെൻ ബാക്കി കൂടെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, രണ്ടും ഫില്ല് ചെയ്തതിന് കൊടുത്തതിന് ശേഷം നല്ല കോംബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്, ഇത്രയേ ഉള്ളൂ. ദെൻ നമ്മുടെ ഇവിടെ ലൈക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത പോലെ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഹൈലൈറ്റിംഗ് കൺസീലർ ഇല്ലേ, അതെടുത്തതിന് ശേഷം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ബ്രഷ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സംഭവം കിട്ടും നമ്മൾ ബ്രഷ് കൊണ്ട് ചെയ്യുമ്പോൾ. ആൻഡ് ഇവിടെ എൻ്റെ കയ്യിൽ ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ കൈ വെച്ചാണ് ചെയ്യുന്നത്. ഞാൻ ഫിംഗർ ടിപ്സ് യൂസ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഇവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എവിടെയെങ്കിലും ഐ ഷാഡോ മിസ്സായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഫോണിൽ ആക്ച്വലി വിസിബിൾ ആവാത്തതാണ് കേട്ടോ. നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടാണ് ഐ ഷാഡോ ഇരിക്കുന്നത്. ഞാൻ മിററിൽ പോയി നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, എങ്കിൽ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം.
ദെൻ നമുക്ക് അണ്ടർ ഐസിൻ്റെ ഡാർക്ക്നെസ് ഒക്കെ നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, ഇവിടെ ആൻഡ് നമ്മുടെ ഡാർക്ക്നെസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കാം. ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ പ്രൊഫഷണൽ അല്ല, അത് എനിക്കറിയാം, മനസ്സിലാവുമെന്ന് എനിക്കറിയാം, എങ്കിലും എന്നെ തെറി വിളിക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ. ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ദെൻ ഇതിന് ശേഷം നമ്മളിനി ചെയ്യുന്നത് ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ലാക്മേയുടെ 925 ഒരു വാം ബേസ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡ് വരുന്നൊരു ഫൗണ്ടേഷനാണ്. വളരെ കുറച്ച് മാത്രം മതി. പ്രൊഡക്ട്സ് ഒക്കെ ഓവർ ആകുമ്പോൾ നല്ല അലമ്പ ലുക്കായിരിക്കും നമുക്ക് തരാം. കുറച്ച് നമ്മുടെ പാം ഇവിടെ എടുത്ത് നല്ല മെൽറ്റ് ചെയ്യിക്കുക നമ്മൾ ഫൗണ്ടേഷൻ. ദെൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫൗണ്ടേഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിന് ശേഷം നമ്മൾ കൊടുക്കുന്നത് ഹൈലൈറ്റിംഗ് കൺസീലറാണ് കേട്ടോ. ഹൈലൈറ്റിംഗ് കൺസീലറിന് നമ്മുടെ സ്കിന്നിൻ്റെ കുറച്ചുകൂടെ ലൈറ്ററായിട്ടുള്ളൊരു ഷെയ്ഡ് എടുക്കണം. ഓക്കെ, ഹിയർ ഐ ആം ടേക്കിംഗ് ദിസ് ഷെയ്ഡ്. ഇതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ ഹിയർ. ഓക്കെ, ഇനഫ്. ഓക്കെ, ഇതിന് ശേഷം ചെയ്യാനുള്ളത് സെറ്റ് ചെയ്യുക. ലൂസ് പൗഡറാണ് ആക്ച്വലി നല്ലത്. എൻ്റെ കയ്യിൽ ലൂസ് പൗഡർ ഇല്ല. നമ്മൾ ഫേസ് മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല, അത്യാവശ്യം കവറേജ് വേണം എന്നുള്ളൊരു ടൈമിലാണ് നമ്മൾ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ മേക്കപ്പ്, അതായത് ബേസ് മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ലൂസ് പൗഡറാണ്. കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് ഇരിക്കും. ഓക്കെ, എനിക്ക് സ്വെറ്റ് ചെയ്യും എന്നുള്ള സ്ഥലത്ത് മാത്രം ജസ്റ്റ് അപ്ലൈ ആണ്. അണ്ടർ ഐസിലും നോസിലും പിന്നെ അതുപോലെ തന്നെ മൗത്തിന് ചുറ്റും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ദെൻ നെക്സ്റ്റ്, നമ്മുടെ ഫേസ് ഇപ്പോൾ നല്ല പ്ലെയിൻ ആയിട്ട് തോന്നില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ലുക്ക്, ആ ഒരു ഇത് മാറ്റാൻ വേണ്ടി നമുക്ക് കുറച്ച് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് കുറച്ച് എടുക്കുക, ദെൻ അപ്ലൈ ചെയ്യാം കേട്ടോ. ദെൻ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യുക, ലൈക്ക് ദിസ്, ഈ പോർഷനിൽ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് നല്ല ചപ്പി ചീക്സ് ഉള്ള പോലെ ഫീൽ ചെയ്യും. എല്ലാവരും നോർമലി ഇവിടെ അപ്ലൈ ചെയ്യും, അവിടെ അപ്ലൈ ചെയ്യാതിരിക്കുക. ഈ ഒരു പോർഷനിൽ എന്ത് ചെയ്യുക, ബ്ലഷ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു ലിഫ്റ്റഡ് ആയിട്ടുള്ള ലുക്ക് നമുക്ക് കിട്ടും. മാർസിൻ്റെ ലിക്വിഡ് ബ്ലഷാണ്. ഷെയ്ഡ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തെങ്കിലും ലിങ്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ, തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഈ ഒരു ലുക്കാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മുടെ ലിപ്പ് ശ്രദ്ധിക്കുന്നതിന് മുന്നേ നമ്മുടെ എക്സസ് ആയിട്ടുള്ള ലിപ്പ് ബാം വൈപ്പ് ഓഫ് ചെയ്ത് കളയുക കേട്ടോ. അപ്പോൾ ഞാൻ എക്സസ് ആയിട്ടുള്ള ലിപ്പ് ബാം വൈപ്പ് ഓഫ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ദെൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഡാർക്ക് ഷെയ്ഡ് ഔട്ടർ ലൈൻ കൊടുക്കുന്നു. ദെൻ ഇന്നർ ഷെയ്ഡിൽ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ഇടുന്നു. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. നമ്മളിവിടെ ലാക്മേയുടെ വൈൻ ടച്ച് എന്ന് പറഞ്ഞൊരു ലിപ്സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ഫോണിൽ നോക്കി ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മെയിനായിട്ട് അതാണ്. നല്ല രീതിക്ക് ഔട്ടർ ലൈൻ ചെയ്ത് കൊടുക്കാം. ദെൻ എൻ്റെ കയ്യിൽ അങ്ങനെ ലൈറ്റ് ഷെയ്ഡ്സ് കാര്യങ്ങളൊന്നും ഇല്ല, ഉള്ളത് ആണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഞാനങ്ങനെ പൊതുവേ ലൈറ്റ് ഷെയ്ഡ്സ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. എൻ്റെ കയ്യിലുള്ളതിൽ ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള മാസിൻ്റെ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നല്ലൊരു ഷെയ്ഡാണ് നമുക്ക് കിട്ടിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. ഇവിടെ യൂസ് ചെയ്യുന്ന ഈ ഒരു മസ്കാരയാണ് ഷാമസി, അങ്ങനെ എന്താ തോന്നുന്നു ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ. ലിങ്ക് വേണമെങ്കിൽ ഞാൻ സെൻഡ് ചെയ്ത് തരാം. എനിക്കിതിൻ്റെ പ്രൊനൗൺസിയേഷൻ അറിയില്ല, എനിക്കങ്ങനെ പരിചയമുള്ളൊരു ബ്രാൻഡല്ല. സോ പക്ഷേ ഇതിന് പെർഫോമൻസ് ആക്ച്വലി വലിയ കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ ഫേസ് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു.
ദെൻ ഇതെല്ലാം ഒന്ന് സെറ്റായിരിക്കാൻ വേണ്ടി നമുക്ക് സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാം. ഓക്കെ, ഐ എം യൂസിങ് മാൾസിൻ്റെ സ്റ്റീൽ ആൻഡ് ഡീൽ എന്ന് പറഞ്ഞൊരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ എൽഫിൻ്റെ സെറ്റിംഗ് സ്പ്രേ ഉണ്ട്, ബട്ട് ഞാൻ മോസ്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന സെറ്റിംഗ് സ്പ്രേ ഇതാണ്. സോ ഞാനിത് അടിച്ചു കൊടുക്കാം. എന്തായാലും ഹെയറിൻ്റെ കാര്യം സെറ്റ് ചെയ്യാം. ഹെയർ എനിക്ക് പ്രത്യേകിച്ച് ഞാനൊരു ഹെയർ സ്റ്റൈലും പൊതുവെ ചെയ്യാറില്ല. ഞാൻ ആകെ ചെയ്യുന്നത് ജസ്റ്റ് ലൂസ് ഹെയർ ആക്കിയിടുക എന്നുള്ളൊരു പരിപാടിയാണ്. വേറൊന്നും ഞാൻ നിലവിൽ ചെയ്യാറില്ല. ഞാൻ സ്റ്റൈൽ ചെയ്യലും വളരെ കുറവാണ്. എനിക്ക് മടിയാണ് പൊതുവെ സ്റ്റൈൽ ചെയ്തിടാനും മടിയാണ്. സോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്നിടും. ഇത്രയാണ് പൊതുവെ ഞാൻ എൻ്റെ ഹെയറിൽ ചെയ്യാറുള്ളൂ. ആൻഡ് ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. ഇങ്ങനെയാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഉള്ളത്. ആൻഡ് എന്തെങ്കിലും പ്രൊഡക്ട്സിൻ്റെ ലിങ്കോ റിവ്യൂ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എന്തായാലും ചോദിക്കുക. ഞാൻ എന്തായാലും മസ്റ്റായിട്ട് തരുന്നതായിരിക്കും. ആൻഡ് എല്ലാവർക്കും ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി, ഞാനൊരു ബിഗിനറാണ്. സോ ഒരു ബിഗിനർക്കാണല്ലേ ഒരു ബിഗിനറിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. സോ അതുപോലെ തന്നെ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മേക്കപ്പാണ് നമ്മളിവിടെ നിന്ന് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. പിന്നെ ഫോണിൽ നോക്കി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് ഫോണിൽ നോക്കി ചെയ്ത് അങ്ങനെ പരിചയമില്ലാത്തതുകൊണ്ട്. സോ ഇനിയിപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ എവ്രിവൺ.